ഇന്ത്യൻ നേവിക്ക് ഇന്ന് ചരിത്ര ദിനമാണ്. നേവിയുടെ കരുത്ത് കൂട്ടി 2 യുദ്ധക്കപ്പലുകളും ഒരു മുങ്ങിക്കപ്പലും ഇന്ന് കമ്മീഷൻ ചെയ്യപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ചടങ്ങിനെത്തും. ഈ ചടങ്ങിലാണ് കമ്മീഷൻ ചെയ്യപ്പെടുക. സമുദ്രത്തിൽ രാജ്യത്തിന്റെ കരുത്തു കൂടുന്നു. മറ്റാരുടെയും സഹായത്തിന് കാത്തുനിൽക്കാതെ ആത്മനിർഭർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പ്രൊജക്ട് 17A അഥവാ നീൽഗിരി ക്ലാസ് യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേതാണ് ഇന്നത്തെ താരങ്ങളൊന്ന്. ശത്രുക്കളുടെ റഡാറുകളിൽ നിന്ന് മറഞ്ഞു പോകാൻ കഴിയുന്ന സ്റ്റെൽത്ത് വാർഷിപ്പാണ് നീൽഗിരി. 2017 തുടങ്ങിയ നിർമ്മാണമാണ്. 150 മീറ്റർ നീളം, 32 നോട്ടിക്കൽ മൈൽ വരെ വേഗം, അത്യാധുനിക ആയുധങ്ങളുടെ കരുത്ത്. ഇതേ ക്ലാസ്സിൽ അടുത്തയാളായ INS ഉദയഗിരി മാർച്ചിൽ കമ്മീഷൻ ചെയ്യും. പിന്നെയും 5 പേർ കൂടിയെത്തും. പ്രതിസന്ധി നിറഞ്ഞ യുദ്ധമുഖത്ത് മുൻനിരയിൽ നിന്ന് പോരാടാനും ശത്രുവിന്റെ നാശം ഉറപ്പാക്കാനും കഴിവുള്ള കരുത്തനാണ് INS സൂറത്ത്. ബ്രഹ്മോസ് അടക്കം അത്യാധുനിക ആയുധങ്ങളെല്ലാം ഉണ്ട്. മുങ്ങിക്കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വ്യോമമാർഗമെത്തുന്ന ശത്രുക്കളെയും മിസൈൽ ഉപയോഗിച്ച് തകർക്കാനുള്ള കെൽപ്പ്. ആദ്യമായി AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന യുദ്ധക്കപ്പൽ കൂടിയാണ് INS സൂരത്ത്. കാവേരി ക്ലാസ് മുങ്ങിക്കപ്പലുകളിൽ 6ാമനാണ് INS വാക്ഷിയർ. ഫ്രഞ്ച് നാവികസേനയിൽ നിന്നുള്ള സാങ്കേതിക സഹായം പിന്നിലുണ്ട്. ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിച്ച് നിശബ്ദമായി നീങ്ങാനുള്ള കഴിവ്. വായുവിലേക്കും വെള്ളത്തിനടിയിലൂടെയും ഒരേ സമയം മിസൈലുകൾ തൊടുക്കാനാകും. 50 ദിവസം വരെ വെള്ളത്തിനടിയിൽ തുടരാനുമാവും. ഡീസൽ ഇലക്ട്രിക് എഞ്ചിൻ കരുത്താണ് വാക്ഷിയറിനുള്ളത്. 24 മുംബൈ.